അതായത് കേരയിൽ വന്നാൽ 2050 ആകുമ്പോഴേക്കും ഹൈദരാബാദ് ഇവിടെ IT കമ്പനികൾ കൊണ്ട് നിറയും കേരളം. അപ്പോൾ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ 2050 ആകുമ്പോൾ പൂട്ടിപ്പോകും. അപ്പോൾ അവരത് പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി 30 കൊല്ലം മുമ്പ്, അതായത് 2021 കേരളിനെ അട്ടിമറിക്കാൻ അന്ന് വേറെ MLA ആയിരുന്ന എന്നെ സ്വാധീനിച്ചു. KC വേണുഗോപാൽ വഴി എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു 150 കോടി രൂപ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ച് അതിവിടെ ഇറക്കിയിട്ട് ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തിരിച്ചു കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊടുത്തു വിട്ടു. ഞാൻ ചോദിച്ചത് കൊണ്ടുവന്ന വഴി പറഞ്ഞു, തിരിച്ചു കൊണ്ടുപോയ വഴി ഏതാണെന്ന് പറഞ്ഞില്ല, ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല എന്ന് മാത്രം എനിക്ക് സംശയമുള്ളൂ. അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആരോപണം. 2050 അവിടുത്തെ കമ്പനിയൊക്കെ പൂട്ടിപ്പോകുന്നുള്ളതുകൊണ്ട് 2021 ഈ കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും വലിയ MLA ഞാനല്ലേ, കഴിഞ്ഞ എന്നെ സ്വാധീനിച്ച് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോഴല്ല, ആരോപണമല്ല, MLA ആയിരിക്കുമ്പോഴാണ്. MLAക്ക് ഒരു 150 കോടി മറ്റേ മീൻ വണ്ടിയിൽ കൊടുത്ത് ചാവക്കാട് വന്നു. ചാവക്കാട് ഞാൻ ആംബുലൻസിലേക്ക് മാറ്റി. പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാതെ, ഞാൻ ആർക്കും കൊടുക്കില്ല, പൈസ കിട്ടിയ ആദ്യം ഞാൻ തിരിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാണെന്നും കൂടി പറയണമെന്ന് പറഞ്ഞു. ഇതായിരുന്നു ആരോപണം. ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതുപോലത്തെ ഒരു ആരോപണം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി ഉന്നയിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന് പറഞ്ഞത് എന്ത് നാണക്കേടാണ്, ആർക്കാണ് നാണക്കേട്? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് നിയമസഭയിൽ ചോദിച്ചത്.